ഇവിടെ ഒന്ന് ശബ്ദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എതിരായി നമ്മൾക്ക് വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ട്, നമ്മൾക്ക് എല്ലാത്തിനോടും പ്രതികരിക്കാനും ഒക്കെ ഉള്ള അത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ഇത് തന്നെയാണ്. അത് മനുഷ്യരായിട്ട് അത് വേണ്ടാന്ന് വെക്കുമ്പം അവർക്ക് എന്തോ ഒരു ലക്ഷ്യം അതിന്റെ പുറകിലുണ്ടെന്ന് മാത്രമാണ് നമുക്കിപ്പോ മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം മലയാളികള് ഈ ഒരു ഗസയെ കുറിച്ച് ഒരു പക്ഷെ ഈ ഒരു സൈബർ ആക്രമണം നടത്തുമ്പോൾ അവര് പോലും ചിന്തിക്കുന്നുണ്ടാവില്ല എന്താണ് അവിടെ നടക്കുന്നത്, എന്തുകൊണ്ടാണ് ടീച്ചർ പറഞ്ഞത്. അത് നമ്മൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴേ നമുക്കത് മനസ്സിലാവും. തീർച്ചയായിട്ടും നമുക്ക് നമ്മള് ശരിക്കും മറ്റുള്ളവരുടെ വേദനയിൽ നമ്മൾക്ക് വേദനിക്കുമ്പോഴല്ലേ നമ്മൾ മനുഷ്യനാവുന്നുള്ളൂ ശരിക്കും. അപ്പൊ അതുപോലെ നഷ്ടപ്പെട്ട ഒരു കാലത്തിലൂടെയാണ് നമ്മളിപ്പോ എന്താ കൈപിടിച്ചാണ് ജീവിതത്തെ കൊണ്ടുപോകണമെന്ന് ഞാനിപ്പോ പറയും. മറ്റേത് ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പറയും ലോകം ഭയങ്കരമായിട്ട് വികസിച്ച് ഭയങ്കരമായിട്ട് എല്ലാത്തിലും ശാസ്ത്രത്തിലാണെങ്കിലും എല്ലാത്തിലും നമ്മൾ ഭയങ്കര ഉന്നതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴും മനുഷ്യന്റെ മനസ്സ് കിടക്കുന്ന ഒരു ഇടം കാണുമ്പോൾ വളരെ ചളി പിടിച്ച ഒരിടത്തിൽ കിടക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല.